വടകരയിലെ ജൂബിലി കുളം നവീകരണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലേക്ക്. പ്രവർത്തികൾ പൂർത്തിയായാൽ അടുത്ത വേനലിൽ കുടിവെള്ളത്തിന് കുളത്തിലെ വെള്ളം ഉപയോഗപ്പെടുത്താനാണ് ലക്ഷ്യം. നഗരസഭ 63 ലക്ഷം രൂപ ചിലവിലാണ് നവീകരണ പ്രവർത്തികൾ നടപ്പാക്കുന്നത്. വ്യായാമത്തിനും കുളത്തിന്റെ പരിസരം ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിലാണ് നവീകരണം. മാർച്ച് 4-നാണ് ജൂബിലി കുളം നവീകരണ പ്രവർത്തിക്ക് തുടക്കം കുറിക്കുന്നത്. ULCCS ആണ് പ്രവർത്തി കരാർ ഏറ്റെടുത്തത്. വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിന്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് 1901-ലാണ് ബ്രിട്ടീഷുകാർ ജൂബിലി കുളം നിർമ്മിച്ചത്. അന്നു മുതൽ പതിറ്റാണ്ടുകളോളം വടകരയിലെ ജനങ്ങൾ കുടിവെള്ളത്തിന് ആശ്രയിച്ചിരുന്ന കുളമായിരുന്നു ഇത്. 1980 വരെ കുളത്തിൽ നിന്ന് വടകരയുടെ പല ഭാഗങ്ങളിൽ ഉന്തുവണ്ടികളിലും ഡ്രമ്മുകളിലുമായി വീടുകളിൽ വെള്ളം എത്തിക്കുന്നതായിരുന്നു രീതി. 10 മീറ്റർ നീളവും 6 മീറ്റർ വീതിയും 3 മീറ്റർ ഉയരവും ഉണ്ടായിരുന്ന കുളത്തിന് 1,80,000 ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഈ കുളത്തിലെ വെള്ളം ഇതുവരെ വറ്റിയതായി ആരും കണ്ടിട്ടില്ല. സമീപത്തെ മരങ്ങളിലെ ഇലകൾ വീണും ആളുകൾ മാലിന്യം നിക്ഷേപിച്ചും ചെളി നിറഞ്ഞും പിന്നീട് ഉപയോഗശൂന്യമായി മാറുകയായിരുന്നു. ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പുനരുജ്ജീവനം അസാധ്യമായി. എന്നാൽ നഗരസഞ്ചയ ഫണ്ട് ലഭ്യമായതോടെയാണ് ഇപ്പോൾ കുളത്തിന്റെ നവീകരണം നടപ്പാക്കാൻ സാധിച്ചതെന്ന് വടകര നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു പറഞ്ഞു. 1980 കാലഘട്ടം വരെ ഇവിടെ ഈ കുളത്തിൽ നിന്നും വടകര പട്ടണത്തിലെ ആളുകൾക്ക് കുടിവെള്ളത്തിനുള്ള ഒരു മാർഗമായിട്ട് ഈ കുളത്തിനെ ആശ്രയിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം സുലഭമായി ആളുകൾക്ക് ലഭിച്ചു തുടങ്ങിയപ്പോൾ ആ കുളത്തിനെ ആളുകൾ ഉപയോഗിക്കാത്ത രീതിയിലേക്ക് വരികയും പിന്നീട് പല കാരണങ്ങളാൽ നമ്മുടെ ജൂബിലി ഹാൾ മലിനമാകുന്നൊരവസ്ഥയിലേക്ക് മാറുകയുമാണ് ഉണ്ടായത്. പക്ഷെ വടകര നഗരസഭ ചരിത്ര പ്രസിദ്ധമായ ആ കുളത്തിനെ വീണ്ടെടുക്കാൻ വേണ്ടി വർഷങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുളത്തിലെ ചെളി നീക്കി നശിച്ചുപോയ കൽപ്പടവുകൾ മുഴുവൻ പുനർനിർമ്മിച്ചു. ചെങ്കലുകൾ ഉപയോഗപ്പെടുത്തിയാണ് പടവുകൾ നിർമ്മിച്ചത്. ഇതിനു ചുറ്റും കല്ലുകൾ പതിച്ച നടപ്പാത, ഗ്രാനൈറ്റ് സിറ്റിംഗ്, ലാൻഡ്സ്കേപ്പിംഗ്, ചെറിയ മരങ്ങൾ, ചെടികൾ, പുൽത്തകിടി, പ്രവേശന കവാടം, ഗാർഡൻ ലൈറ്റ്സ് എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. ഗ്രീൻ ടെക്നോളജി സെന്റർ വരെയുള്ള വഴിയിൽ വശങ്ങളിലെ നടപ്പാതകളിൽ ഇന്റർലോക്ക് പതിച്ച് വിളക്കുകാലുകൾ സ്ഥാപിച്ച് മൂടി പിടിപ്പിക്കും. ഭിന്നശേഷി, കാഴ്ചപരിമിതർ എന്നിവരെ കൂടി പരിഗണിച്ച് റാമ്പ്, ടാക്ടൈൽ പാവിംഗ് എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം. ന്യൂസ് ബ്യൂറോ, വടകര.